അതിനിടയിൽ പുതിയൊരു ആരോപണവുമായി മുജാഹിദുകളെ ചിലർ നേരിട്ടു. എന്താണ് ആരോപണം? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകള്. ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള്. ആരാ പറഞ്ഞത്? കുറച്ച് ജിന്നുകള്. ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള്. ആരാ പറഞ്ഞത്? കുറച്ച് ജിന്നുകള്. ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുറച്ച് സാധുക്കള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല ജാതി മനുഷ്യന്മാരുണ്ട്, എന്തൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജിന്നില്ലാതെ ജീവനില്ലാത്തൊരു കൗമ്, അങ്ങനെ ഒരു കൗമ് കേരളത്തിലുണ്ട്. അതാരാ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള മടവൂരി സഹോദരങ്ങളാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകള്. ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള്. ഏത് മുജാഹിദ ജിന്നോട് സഹായം തേടുക? ഏത് മുജാഹിദ ജിന്നോട് പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടാനുള്ള സമയം തന്നെ തികയുന്നില്ല, പിന്നല്ല ജിന്നോട് പ്രാർത്ഥിക്കല്ലേ. ഇനി സമയം കിട്ടിയ മുജാഹിദിൽ പ്രാർത്ഥിക്കില്ല. എന്തുകൊണ്ട്? മുജാഹിദുകൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് വളരെ വ്യക്തമായി പറയുന്നവരാണ് മുജാഹിദുകൾ. ആ നിലപാട് വളരെ ശക്തിയായി പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. ആ നിലപാട് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തവരാണ് മുജാഹിദുകൾ. എന്താണ് ആ നിലപാട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, യുലിജുൽ ലൈല ഫിന്നഹാരി വയുലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിന്റെ പ്രത്യേകത പറയുകയാണ്. രാവിലേക്ക് പകലിനെയും പകലിലേക്ക് രാത്രിയെയും കടത്തിവിടുന്നവനാണ് അല്ലാഹു. രാപ്പകലുകളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ, ഈ രൂപത്തിലുള്ള ഗോളങ്ങൾ സകലതും അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. അതിനെ മുഴുവൻ സംവിധാനിച്ചവൻ അല്ലയാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്, അവനാണ് നിങ്ങളുടെ അല്ലാഹു, അവനാണ് സർവ്വ ആധിപത്യങ്ങളും. അതുകൊണ്ട് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവർ മാ യംലികൂന മിൻ ഖുത്മീർ, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾക്ക് അതേ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കുവാൻ സാധിക്കുകയില്ല. ഖുർആൻ പറയാണ്, അവർക്കൊരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കാൻ കഴിയുകയില്ല. എന്നിട്ടല്ല പറഞ്ഞു, ഇന്തദഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അധീനമാക്കാത്ത ആ ശക്തികളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതുമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ആര്? നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചോ അവര് നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോ അവർ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കും. നിങ്ങൾ മലക്കുകളോടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ മലക്കുകൾ അത് നിഷേധിച്ചു കളയും. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളോടാണ്, അമ്പിയാക്കളോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ അമ്പിയാക്കൾ അവിടെ വെച്ചുകൊണ്ട് നിഷേധിച്ചു കളയും. ഞങ്ങളെയല്ല ആരാധിച്ചത്, അവർ ഞങ്ങളുടെ ആളുകളല്ല, ഞങ്ങളുമായി അതിനൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു അവരതിനെ നിഷേധിച്ചു കളയും. വലാ യുനബ്ബിഉക മിത്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേറെ ആരുമില്ല. ആ റബ്ബിനെ പോലെ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേറെ ആരുമില്ല. ഇത് ഖിയാമത്ത് നാളിൽ നടക്കുന്ന കാര്യമാണ്, പരലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഈ കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ അല്ലാഹുവല്ലാതെ വേറെ ശക്തിക്കും കഴിയില്ല. ഈ ആയത്ത് ജനങ്ങൾക്ക് ഓതി പഠിപ്പിച്ചിട്ട് ഈ ആയത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ ആരോട് പ്രാർത്ഥിക്കരുത് എന്നാണ് അല്ലാഹു പറയുന്നത്? അതിന്റെ വിശദീകരണം എന്താണ്? മുജാഹിദുകൾ കേരള സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والجن والأنبياء والشياطين. അതെ, ഈ പറയപ്പെട്ട അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ശൈലി സ്വീകരിച്ചവർ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചവരുണ്ട് കൂട്ടത്തിൽ, മരങ്ങളോട് പ്രാർത്ഥിച്ചവരുണ്ട് കൂട്ടത്തിൽ, ഗോളങ്ങളോട് പ്രാർത്ഥിച്ചവരുണ്ട് കൂട്ടത്തിൽ, സൂര്യചന്ദ്ര നക്ഷത്രാദികളോട് പ്രാർത്ഥിച്ചവരുണ്ട് കൂട്ടത്തിൽ. ആ രൂപത്തിൽ അതേ ഈ പറയപ്പെട്ട വസ്തുക്കൾക്ക്
ആരാധനകളും പ്രാർത്ഥനകളും സമർപ്പിച്ചവർക്ക് ഈ പറഞ്ഞ ആയത്തിലെ വിമർശനം ബാധകമാണ്. എന്നാൽ അവർക്ക് മാത്രമല്ല, എന്നാൽ മലക്കുകളെ ആരാധിച്ചവരുണ്ട്, അപ്രകാരം അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചവരുണ്ട്, മലക്കുകളോട് സഹായം തേടിയവരുണ്ട്, പിശാചുക്കളോട് പ്രാർത്ഥിച്ചവരുണ്ട്. അവർക്കും ഈ ആയത്ത് ബാധകമാണ് എന്ന് കേരള സമൂഹത്തിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു മുജാഹിദുകൾ. ആ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുമോ? ജിന്നിനോട് സഹായം തേടാമെന്ന് പറയോ? ഇല്ല. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനൊരു വാദമില്ല. പക്ഷേ എന്നിട്ടും നാടൊട്ടുക്കും ഇവര് പറഞ്ഞു നടന്നു, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നുകളോട് സഹായം തേടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന്. ജിന്നുകളോട് സഹായം തേടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ചിലരെങ്കിലും അത് വിശ്വസിച്ചു. ഈ ഉള്ളവന്റെ അനുഭവം, ഈ വ്യക്തിപരമായ അനുഭവം കേരളത്തിന്റെ പല കോണുകളിലും ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ പലരും ചോദിച്ചു, അല്ല, ജിന്നിനോട് സഹായം തേടാമോ? ജിന്നിനോട് സഹായം തേടാമോ? എന്താ നിങ്ങളുടെ വാദം? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുത്ത് പറഞ്ഞു, പാടില്ല. അല്ലല്ലോ, അങ്ങനല്ലല്ലോ നിങ്ങളെ കുറിച്ച് കേട്ടത്. ഞങ്ങളെ കുറിച്ച് ഞങ്ങളല്ലേ പറയേണ്ടത്, നിങ്ങളാണോ? ഞങ്ങളെ കുറിച്ച് ഞങ്ങളല്ലേ പറയേണ്ടത്? നിങ്ങൾ കേട്ടു നോക്കൂ. പയ്യന്നൂര് വെച്ചുകൊണ്ട് പരസ്യമായി നടത്തിയ മുഖാമുഖം, ആ മുഖാമുഖത്തിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ എവിടുന്ന് ആള് വന്നതറിയോ? തിരുവനന്തപുരത്ത് നിന്ന്. എവിടെയാ മുഖാമുഖം? പയ്യന്നൂര്. പയ്യന്നൂര് എവിടെ? കണ്ണൂരാണ് അല്ലേ? ആ പയ്യന്നൂര് വെച്ചുകൊണ്ട് നടന്ന മുഖാമുഖത്തിന്റെ CD ഇത് നിങ്ങൾക്ക് കിട്ടും. അവിടെ ജിന്നിനോട് സഹായം തേടാമോ എന്ന് ചോദ്യം ചോദിക്കാൻ വന്ന ആള് എവിടുന്ന വണ്ടി കയറിയത്? തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി ചോദ്യം ചോദിച്ചു. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു. ഈ അടുത്ത സമയത്ത് ബഹ്റൈനിൽ മുഖാമുഖം നടന്നു. അവിടെയും ഒരാൾ വന്നു. അവിടെ വന്നത് മടവൂരിയല്ല, ഇവിടെ മടവൂരിയാ വന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. അവിടെ വന്നത് ഒരു കുബൂരിയാണ്. അയാളും ചോദിച്ചല്ല, ജിന്നുകളോട് സഹായം തേടാമോ? മറുപടി പറഞ്ഞു കൊടുത്തു. അതിന്റെ CD നിങ്ങൾക്ക് കിട്ടും, മുഖാമുഖത്തിന്റെ CD.